എന്റെ അള്ള എവിടെയാ? അപ്പൊ പിന്നെ ഏറ്റെടുത്താരാ? എനിക്കിങ്ങനെ വാന്ന് പറയാം, കടപടപെടാന്ന് പോവാനാണ്. ഓക്കെ, കൽബിലോട്ടാണ്. അപ്പൊ ആദ്യം കാണാരാ? ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു, പക്ഷേ സഖാഫി കണ്ടിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റ് എന്നിൽ മാത്രം ഒതുങ്ങി, എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നമ്മുടെ എല്ലാവരുടെയും ധാരണ ഞാൻ ചെയ്തത് വേറൊരാൾ അറിഞ്ഞിട്ടില്ല, അപ്പൊ രക്ഷപ്പെടാൻ. അല്ല, യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് അല്ലാഹുവല്ലേ. അല്ലാഹുവല്ലേ ആദ്യം പറഞ്ഞത്. ഒന്നാമത്തെ സാക്ഷി അല്ലാഹു തന്നെയാ. 7 സാക്ഷികളെ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് തൗബ ചെയ്യുക. ഓരോ തെറ്റുകളും പാതിരാത്രിയുടെ നിശബ്ദതയിലും ആരുമില്ലാത്ത വിജന സ്ഥലങ്ങളിലും 1000 വട്ടം തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യുമ്പോ അതാരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനും അവിടെ വല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. ഞാൻ മദ്യപിച്ചതാരും അറിഞ്ഞിട്ടില്ല, വ്യഭിചരിച്ചതറിഞ്ഞിട്ടില്ല, പലിശ മേടിച്ചതറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ നമ്മൾ ഇരിക്കുമ്പോ നിങ്ങളറിയോ, ആരും അറിയാത്തതറിഞ്ഞ അല്ലാഹുവെ കണ്ടിട്ടിരിക്കുകയല്ലേ. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ ആരും അറിയാത്തതും പടച്ചറപ്പ് വിചാരണ ചെയ്യില്ലേ. അല്ലാഹുവിനെയല്ലേ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹബീബായ മുത്തിന്റെ അടുക്കലേക്ക് ഒരു സഹാബിയുടെ ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ആരാ? മായിസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ മായിസിനോട് ചോദിച്ചലക്ക ജുനൂനൻ യാ മായിസ്, മായിസേ നിനക്ക് ഭ്രാന്താണ് മായിസേ, നീ വ്യഭിചരിക്കുകയോ? ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലിന്റെ തൊട്ടുപിറകിൽ ഊരിപ്പിടിച്ച വാളുമായി ബദറിന്റെ ഉഹദിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി രക്തം ചിന്തിയ പോരാടിയ സഹാബി വര്യനാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മായിസേ നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല റസൂലല്ലാഹ്, ഞാൻ മദ്യപിച്ചിട്ടില്ല നബിയേ, എനിക്ക് ഭ്രാന്തില്ല നബിയേ. എന്റെ കടയിലേക്ക് ഒരു പെൺകുട്ടി വസ്ത്രം വാങ്ങി കാണുന്നപ്പോ അവളുടെ സൗന്ദര്യത്തിലാകട്ടെയായി കടയുടെ പുറകിൽ പോയി ഞാൻ അവളുമായിട്ടൊരു പൈശാചികമായ അഭിഷക്ത നിമിഷത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു നബിയേ. അത് കഴിഞ്ഞ പിന്നെ മനസ്സിൽ കുറ്റബോധമായി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൂന്നാമതൊരാൾ മായിസും ആ പെണ്ണുമല്ലാതെ മറ്റൊരാള് മൂന്നാമതറിഞ്ഞിട്ടില്ല, ഒരാളെ പോലും അറിഞ്ഞിട്ടില്ല. മായിസിനൊന്നും മൂടി വെക്കാമായിരുന്നല്ലോ. പക്ഷേ മായിസിനറിയാ കണ്ണനരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന റബ്ബ് കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണേ. മരുഭൂമിയുടെ നടുവിൽ കുടിയുണ്ടാകൂ. അതിലേക്ക് ചെറുപ്പക്കാരനായ മായിസിനെ ഇറക്കരുത്തുകൊണ്ട് സഹാബത്ത് കൈയെടുക്കുന്ന കരിങ്കല്ല് കൊണ്ട് മായിസിന്റെ ചെറിയ മായിസിനെ ലക്ഷ്യമാക്കിയെറിയുമ്പോ കരിങ്കല്ലുകളുടെ പ്രകരമേറ്റിട്ട് മായിസിന്റെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുമ്പോ മായിസിന്റെ തല പൊട്ടിപ്പിറഞ്ഞിട്ട് തലച്ചോറ് ചെറുത്തെടുക്കുകയാ. ആ സമയത്താണല്ലോ എന്റെ റസൂലിനെ നോക്കി നിൽക്കവേ ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തു മായിസ് റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമാക്കിയിരിക്കുകയാണ്. യാ ഖബീസൽ മദീന, യാ ഖബീസൽ മദീന, മദീനയെ അശുദ്ധമാക്കിയവനെ എന്ന് പറഞ്ഞ് കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തെറിയുമ്പോ ഹബീബായ മുത്തിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലയിൽ കരിങ്കല്ല് കൊണ്ട് ഏറെപ്പെട്ടു ശരീരം മുഴുവനും തടം തല്ലിയാത്തൊടിയ ചോരച്ചാലിൽ കിടന്ന് മായിസ് റളിയല്ലാഹു തആല പടയുകയാ. ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഒരു പോലീസുകാരൻ റോന്ത് ചുറ്റാത്ത കാലത്തിൽ എന്തുകൊണ്ടാണ് വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞത്, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടതല്ലേ, പരിഭ്രാന്തിയുടെ പരലോകിച്ചു നിൽക്കേണ്ടതല്ലേ. അവസാനം രക്തം തടം തല്ലിയാത്തൊടുകിയ നിന്റെ ശിരസ്സെടുത്ത് തന്നെ മടിയിലേക്ക് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരൽ മുറുകി പിടിച്ചിട്ട്, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
മായിസ് റളിയല്ലാഹു തആല ഷഹീദാവുകയാ. ആ മായിസിന്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരവ്. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നേതൃത്വം കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തിട്ട് മായിസിന്റെ മുഖത്തേക്ക് നികിട്ടമായി വലിച്ചെറിഞ്ഞ സഹാബിയെ കണ്ടടുത്തേക്ക് വിളിച്ചു, ഇങ്ങുവാ സഹാബി. എന്തേ നബിയേ, എന്റെ മായിസിന്റെ മുഖത്തേക്ക് നീ ചെരുപ്പറിഞ്ഞിട്ടു? മദീന ശുദ്ധമാക്കിയവനെ എന്ന് വിളിച്ചവനല്ലേ നിനക്കറിയോ? മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം പുരണ്ട് കിടക്കുന്ന കഫൻ തുണി ചൂണ്ടിക്കാണിച്ചിട്ടു, ലക്കത്താപമായിസു, എന്റെ മായിസ് തൗബ ചെയ്ത ആളാണ്, ലക്കത്താപമായിസു, എന്റെ മായിസ് പശ്ചാത്തപിച്ച മായിസ്, എന്റെ മായിസ് മുന്നിലായി മരിച്ചവനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഏത് തെറ്റുതിരാനും ആര് കണ്ടില്ലെങ്കിൽ ആദ്യം കാണുന്ന സാക്ഷി തൊണ്ടക്കുടിയുടെ ഭാഗത്തിരിക്കുകയല്ലേ. കണ്ണ നരമ്പിനേക്കാൾ അടുത്ത് കിടക്കുന്ന ആരുറങ്ങിയാലും അല്ലാഹു ഉറങ്ങില്ലല്ലോ. വരാനോ, അവന് വിളർച്ചയില്ല, അവന് തളർച്ചമില്ല, അവന് ആലസ്യമില്ല, അവന് ജീവിതത്തിൽ മറ്റൊരു തടസ്സങ്ങളില്ല. അവനെല്ലാം അറിയുന്നവനാണവന്, എല്ലാം കേൾക്കുന്നവനാണവന്. അവനെ മറന്നിട്ടൊരു തെറ്റ് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലാഹു നൽകിയ ഏറ്റവും ആദ്യത്തെ സാക്ഷി, ഏറ്റവും ആദ്യത്തെ സാക്ഷി, ഏറ്റവും ആദ്യത്തെ സാക്ഷി അതല്ലാഹുവാണ്, അതല്ലാഹുവാണ്. ഒന്നാമത്തെ സാക്ഷി അല്ലാഹുവാ. അവനെ സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒത്തിരി പറയാനുണ്ട്, സമയം കുറച്ചേ ഉള്ളൂ. ഒന്നാമത്തെ സാക്ഷി അല്ലാഹ്, അവൻ കാണും. 7 സാക്ഷികളാണ്, ഓരോന്നായി പറയാം. രണ്ട് ഒന്നാമത്തെ സാക്ഷി ഇവിടെ. 2 ഇടിയത്തലത്തെ മുത്തലഖിയാനി അനിൽ യമീനി വാനിസിമാലി ഖരീബ് മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീബ്. സൂറത്ത് ഖാഫ്. രണ്ടാമത്തെ സാക്ഷി ഇടിയത്തലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനിസിമാലി ഖരീബ്. ഇടതു ഭാഗത്തും വലതു ഭാഗത്തും ലപ്തപ്രതിഷ്ഠ നേടിയ എന്നാണ് എന്റെ മലയാളത്വം. ലപ്തപ്രതിഷ്ഠ നേടിയ എന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റാൻ പറ്റൂല, ഇളക്കി മാറ്റാൻ പറ്റൂ. അവരങ്ങനെ തന്നെ ഇളക്കി മാറ്റാൻ പറ്റൂല. എന്നാൽ ഇവിടെ നടുവിൽ പോയിട്ട് ഒരു സെക്കൻഡ് ഷോ കണ്ടിട്ട് വരാം, അതുവരെ ടിക്കറ്റ് എടുത്തിട്ട് എന്നാ റക്കീബത്ത് വെളിയിരിക്കട്ടെ, ഞാൻ കണ്ടിട്ട് വരാന്ന് വിചാരിച്ച അങ്ങനെ സൗകര്യത്തിൽ ഇളക്കി മാറ്റാൻ പറ്റും. കള്ളു കുടിക്കുന്ന സമയത്ത് ഈ മരക്കുകൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇളക്കി മാറ്റാൻ പറ്റിയതുപോലെ ഇരിപ്പുറപ്പിച്ചവരാ. ആരൊക്കെ? റക്കീബ്. ഇപ്പൊ എത്ര സാക്ഷിയായി? എണ്ണം ഇടയ്ക്ക് 7 ഒന്നിച്ചു ചോദിക്കും. അപ്പൊ എന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പോഴും ഉറങ്ങാൻ പറ്റില്ല, എന്റെ സദസ്സ് ഉറക്കം പറ്റില്ല, ഞാൻ ഇടയ്ക്ക് ചോദിക്കും. 1 അല്ലാഹ്, 2 ما يلفظ من قول إلا لديه رقيب عتيد. റക്കീബ് മറ്റീതും അറിയാതെ ഒരു വാക്ക് പോലും നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയാൻ കഴിയില്ല. ഇവര് നാളെ പരലോകത്തെ സാക്ഷികൾ. 3 റക്കീബ് അതീദ് എല്ലാം എഴുതും. അതോടൊപ്പം തന്നെ ചില പ്രത്യേക മലക്കുകൾ. അതാണ് يتعاقبون فيكم ملائكة بالليل وملائكة بالنهار. രാവിന്റെയും പകലിന്റെയും മലക്കുകൾ, സുബഹിക്ക് പറയാ മലക്കുകൾ വരും. അസർ വരെ ചെയ്യുന്നതെല്ലാം ആ മലക്കുകളെ രേഖപ്പെടുത്തും. അസറിന് വരെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും. അസർ കഴിയുമ്പോ ഒരു കൂട്ടം മലക്ക് വരും. അവര് സുബഹി വരെ നമ്മൾ ചെയ്യുന്നത് രേഖപ്പെടുത്തും. സുബഹിയാകുമ്പോൾ പടച്ചിറപ്പിന്റെ അടുക്കലേക്ക് അവര് കടന്നു പോകും. അപ്പൊ വേറെ 2 കൂട്ടം മലക്കുകൾ, ഒന്ന് സുബഹിന്റെ മലക്കും അസറിന്റെ മലക്കും. ഇപ്പൊ എത്ര സാക്ഷിയായി? യഥാർത്ഥത്തിൽ ടെഹൽക്കയുടെ ഒളി ക്യാമറ അല്ല, ഏറ്റവും വലിയ ഒളി ക്യാമറ നമ്മുടെ കയ്യിലാണ്.
ഇപ്പൊ മറ്റേ കൈക്കൂലി മേടിച്ച ഒരാളുണ്ടല്ലോ, എന്നാ അയ്പ, എന്താണ് പേര്? ഇപ്പൊ ഒരാൾ കൈക്കൂലി മേടിച്ചിട്ട് കുടുങ്ങിയല്ലോ, ആരോഗ്യ ഡയറക്ടർ MP അയ്പ. നിങ്ങൾ ഈ സ്വർണത്തിന്റെ വില താഴണതും മലഞ്ചരക്കിന്റെ വില പോകണോ നോക്കി അങ്ങോട്ട് ഇരുന്നാൽ മതി. നമ്മുടെ ആകെ ശിക്ഷയാണ്. പെണ്ണുങ്ങളെ കണ്ടില്ല, എപ്പ പത്രം എടുത്താലും പോയി സ്വർണത്തിന്റെ വില നിലവാരം നോക്കും. എന്നിട്ട് 200 കുറഞ്ഞിട്ടുണ്ട് കേട്ടാ, അവളെ 20 റുപ്യോട്ടില്ല. അതൊരു സുഖമാണ്, അങ്ങനെ കണ്ടു പറഞ്ഞിരിക്കുന്നൊരു സുഖമാണ്. പുരുഷന്മാരാദ്യം മലഞ്ചര കച്ചവടമാണെങ്കിൽ ഏലത്തിന്റെ വില കൂടിയോ കുരുമുളകിന്റെ വില കൂടിയോ, ഇതൊക്കെയാണ് നമ്മുടെ നോട്ടം. പിള്ളേരാണെങ്കിൽ മാട്രിമോണിയൽ പോയി വൈവാഹിക ബന്ധി, ബാധ്യതയില്ലാത്ത പുനർവിവാഹിതരെയും പരിഗണിക്കാം. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ 3-4 നോട്ടത്തിലല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് നമുക്കൊരു നോട്ടമില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, രാവിലെയും വൈകുന്നേരവും മലക്കുകൾ, ആ മലക്കുകൾ വരും. എത്രയായി? 3 4. ഓരോ അവയവത്തിലും ഓരോ മലക്കുകൾ. ഓരോ അവയവത്തിലും കൈകൊണ്ട് പാപം ചെയ്താൽ അത് രേഖപ്പെടുത്താൻ മാത്രം കയ്യിൽ മലക്കുണ്ട്. കാലുകൊണ്ട് ചെയ്ത ഓരോന്നിനും പ്രത്യേകം വകുപ്പുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, എല്ലാ ശരീരത്തിലും അതിനെ സൂക്ഷിക്കുന്ന ഓരോ മലക്കുകളുണ്ട്. എല്ലാം ഖുർആനാണ്, ഒരു തെറ്റും ഇതിനകത്തില്ല. ഇതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എത്രയായി? 4 5 മൊത്തത്തിൽ മലക്കുകളുണ്ട്. മൊത്തത്തിൽ ലോകം മുഴുവനും പരന്നു കിടക്കുന്ന മലക്കുകൾ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒക്കെ നടുവിലാണ്. നമ്മൾ വിചാരിച്ചത് ആരും കണ്ടിട്ടില്ല, പെണ്ണുങ്ങൾ വിചാരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ തന്നെ 5 മലക്ക്, 5 രഹസ്യ ക്യാമറ നമ്മുടെ കൂടെ. 5 ഇല്ലേ? അതില് 5 4 4 4 5 ഒന്ന് തരും. ഇതുവരെ അറിയില്ല. 5 മൈക്കൊന്നോട് ശരിയാക്കി വെച്ച് ആദ്യം വെച്ചവരെ അത് ജാമറൊന്നും വെച്ചിട്ടില്ലല്ലോ. കൊല്ലം ബീച്ച് വാത് വെച്ച് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അത് ജാമർ വെച്ചിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് പൊന്തുമ്പോൾ താനും ഓഫ്. പേടിച്ചിട്ട് കത്തിപ്പോന്ന് പേടിച്ചു. മൈക്ക് സെറ്റുകാർ അമ്മാണി കുറെ വിദ്യ പഠിച്ചിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ അതായിരുന്നു പക്ഷന്മാർ ജാമർ വെച്ച് എൻ്റെ സൗണ്ട് പൊന്തുമ്പോൾ കട്ട് ഓഫ് ആവും. അവന് സൗണ്ട് കേൾക്കില്ല. ഞാൻ നടത്തുമ്പോൾ പിന്നെ തുടങ്ങും. ഞാൻ അത് വെച്ചിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനൊരു പരിപാടി ഉണ്ടാ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയെന്ന് പറയാം. എന്നിട്ട് താടി എന്തൊരു താടി, കണ്ണൂര് കാളിയെ പോലെ ഇരിക്കുന്ന. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പറഞ്ഞാണ് 5ാമത്തെ സാക്ഷിയാരാ? യൗമഇദിന തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അന്നേ ദിവസം സഹോദരങ്ങളെ, അന്നേ ദിവസം യൗമഇദിൻ, ആ ദിവസം പരലോക ദിവസം, തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ സാക്ഷി നിൽക്കും, വഅയ്ദീഹിം, അവരുടെ കൈകൾ സാക്ഷി നിൽക്കും, വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ, അവരെ ചെയ്തതിന് അവരുടെ കൈകാലുകൾ സാക്ഷിയാകുമെന്ന്. 5ാമത്തെ സാക്ഷി നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ അവയവങ്ങളാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 6ാമത്തെ സാക്ഷി മറ്റാരുമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ താമസിക്കുന്ന ഭൂമി. ഇപ്പൊ നീ ഈ ജമാഅത്തിന്റെ പേരെന്താ? ഇരിപ്പക്കുളം. ഇത് കുറെ ഉണ്ടല്ലോ. ഇത് പള്ളിയിലച്ഛൻ്റെ ലോഹയുടെ കുടുക്കുമാതിരി തീരൂലല്ലോ. എണ്ണിയ ഇരിപ്പക്കുളം, കണ്ണനാകുഴി ജമാഅത്ത്. എത്രയുണ്ട്? അപ്പൊ ഈ കണ്ണനാകുടിയിലാണ് നീ താമസിച്ചതെങ്കിൽ, നീ താമസിച്ചത് എവിടെയാണോ ആ സ്ഥലം അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി.
അല്ലാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പറഞ്ഞത് യൗമഇദിന തുഹദ്ദിസു അഖ്ബാറഹാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഭയാനകമായി നിൽക്കുമ്പോ യൗമഇദിന തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമിയുടെ വർത്തമാനങ്ങൾ പടച്ചറപ്പിനോട് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബ ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. എവിടെ വെച്ചാണോ തെറ്റ് ചെയ്ത് 6 മണിയാടെ പാതിരാവിന്റെ നിശബ്ദതയിൽ ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് കിട്ടിയിട്ടാണോ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത ആ ഭൂമി പടച്ചിറപ്പിനോട് പറയും, അള്ളാഹുവേ ഇവൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ സാക്ഷിയാണ്, ഇവൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ സാക്ഷിയാണെന്ന് നാളെ പടച്ചിറപ്പിനോട് ആ ഭൂമി വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. 7ാമത്തെ ഒടുക്കത്തെ സാക്ഷിയാടാ, 7ാമത്തെ ഏറ്റവും അവസാനത്തെ സാക്ഷിയാണ്. അല്ലാഹു പറയാണ്, മനുഷ്യ നീ തന്നെ നിന്റെ തെമ്മാടിത്തരത്തിന് സാക്ഷിയാ, നീ തന്നെ നിന്റെ തെമ്മാടിത്തരത്തിന് സാക്ഷിയാ. അല്ലാ നഫ്സിഹി ബസീറാ. ഈ പറയുന്നിടക്ക് ഖുർആനാണ്, ഖുർആനാണ്, ഖുർആനാണ്. അല്ലാഹു പറയാ, ബലിനസാറു അല്ലാ നഫ്സിഹി ബസീറാ. പടച്ചറപ്പിന്റെ മുമ്പിൽ മനുഷ്യൻ അവനവൻ തന്നെ സാക്ഷിയാ. അവൻ ചെയ്ത പാപങ്ങളും അവൻ ചെയ്ത ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങളും പടച്ചറപ്പിന്റെ പരലോകത്തിന്റെ മുമ്പിൽ കാണുമ്പോ ആ സമയത്താണ് മനുഷ്യൻ ഓർമ്മ വരുന്നത്. അല്ലാഹുവേ 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 യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുൽ ഖുറാൻ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബാക്കി എത്ര നാൾ കൊണ്ട് ഇത് പ്രസംഗിക്കുന്നതാ? ഈ പ്രസംഗമൊന്നും ഞങ്ങൾക്കൊരു ബാധകമല്ല. ഇതൊക്കെ നാളെ പരലോകത്ത് വരാനല്ലടേ എന്ന് ലാഘവത്വത്തോടെ കാണുന്നു. നിങ്ങളെ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും, അല്ലാഹുവേ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ കത്തിക്കാളുന്ന നരകവും സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നന്മയുടെ ഏറ്റവും വലിയ കേദാരമായ സ്വർഗവും ഒരു ഭാഗത്ത് കാണുമ്പോ അല്ലാഹു പറയാ, അപ്പോഴാണ് മനുഷ്യൻ ഓർമ്മ വരുന്നത്. മനുഷ്യൻ ഓർമ്മ വരുന്നത്. അല്ലാഹു ആ സമയത്ത് ഓർമ്മ കണ്ടെന്ത് ഫലമാണുള്ളത്? ഇതൊക്കെ പറഞ്ഞാലും നമുക്കിതൊന്നും മനസ്സിലാവൂല. എന്തുമാത്രം വാള നടക്കും, എന്തുമാത്രം വാള നടക്കും. മാറ്റമുണ്ടോ? ഉണ്ട്. എന്നാ ഇല്ലേ? ഇല്ല. ഹജ്ജിന് പോണെടുത്ത് പോക്കറ്റടി നടക്കുന്നു. എന്തുകൊണ്ട്? ഹജ്ജ് നടക്കുമ്പോഴും പോക്കറ്റടി നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ പോക്കറ്റ് അടിക്കാൻ വന്നവര് എന്നാ അത് കഴുകയാണെന്ന് അവന് ഓർമ്മയുണ്ട് താനും. ചിന്തിക്ക് മനുഷ്യന്മാരെ. എറണാകുളം ലോഡ്ജില് റെയ്ഡ് നടത്തിയപ്പോ 2 പെണ്ണുങ്ങളുടെ കൂടെ ഒരാൾ അറസ്റ്റ് ചെയ്തു. അയാൾ ആരാ? നിസ്സാരക്കാരല്ല. ആ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി നറുക്കെടുപ്പിൽ കിട്ടിയാളാ. നിസ്സാരക്കാരനല്ല. അപ്പൊ അവിടെ ഞാൻ വന്ന് പറയാൻ പോയപ്പോ എന്നോട് ആളുകൾ പറഞ്ഞു, ഉസ്താദെ ഹജ്ജിന് നറുക്കെടുപ്പിൽ കിട്ടിയ ആളെ പിടിച്ചു. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞു, മോനെ അവനെ ഒന്നും പറയണ്ട, അവൻ വിചാരിച്ചില്ല ഏതായാലും 2-3 ലക്ഷം രൂപ കൊടുത്തിട്ട് തൗബ ചെയ്യാൻ പോവല്ലേ, എന്നാ പിന്നെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ടാവട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എല്ലാവരും ഏത് സ്ഥലത്തുണ്ടോ ഇല്ലേ, ഇതിന്റെ ഒക്കെ ചിന്ത എന്താ അറിയാം? ഏറ്റവും നല്ല ചിന്ത ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരിക. ഏറ്റവും നല്ല ചിന്ത ഏതാ? ആ ചിന്ത നാളെ പരലോകത്ത് ഞാൻ നിൽക്കേണ്ടി വരുമെന്ന ചിന്ത. അതല്ലാതെ ലോകത്തൊരു മനുഷ്യനെ മാറ്റാൻ വേറൊന്നുകൊണ്ടും പറ്റില്ല. ഉമ്മൻചാണ്ടി മദ്യം നിരോധിച്ചുകൊണ്ട് ആരെങ്കിലും കുടിക്കാതിരിക്കും. ഇപ്പൊ പിണറായി നിരോധിച്ചാലും അതെ, ആര് നിരോധിച്ചാലും അതെ, അത് കുടിക്കാതിരിക്കണമെങ്കിൽ കുടിക്കുന്ന ആളുകൾക്ക് തോന്നണം നാളെ ഇതിന്റെ പേരിൽ പരലോകത്ത് എന്ത് നിങ്ങളാരും കോൺഗ്രസ്സുകാരല്ലേ, അതോ എന്ത് കുറിച്ച് നോക്കണം? എല്ലാ പാട്ടും MP3 എല്ലാം ഉണ്ട്, 3 ഉണ്ട് നോക്കില്ല.
എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ഒരു ബോധവൽക്കരണത്തിന് നടക്കില്ല. നടക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടാവണം. ഇപ്പോ ആഖിറത്ത്. നമ്മുടെ PC ജോർജ് ഉണ്ടല്ലോ, മിക്കപ്പോഴും വേണ്ടാത്ത വർത്താനം പറയുള്ളൂ. വേറെ കാര്യം, ഒരിക്കൽ ഒരു സദസ്സിൽ ഇരുന്നപ്പോ എന്നോട് ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോ, ഈ മുസ്ലിങ്ങൾ ഇത്രയും പൈസ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, വേറെ ഒരു കമ്മ്യൂണിറ്റി ഇത്രയും സദക്ക ചെയ്യില്ല? ചെയ്യും. ഒരിക്കലും ഹൈന്ദവരോ ക്രൈസ്തവരോ ഉണ്ടല്ലോ, ആര് ഇത്രയും സദക്ക ഒരാളും ചെയ്യും? ഇനി ക്രൈസ്തവ സഹോദരങ്ങളിൽ പൈസ കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരൻ അങ്ങനെയുള്ള കോടീശ്വരന്മാരെ കൊടുക്കും. CK മേനോൻ, ഫ്രാൻസിസ് ആലപ്പാട്ട് ആവാം, കല്യാണരാമൻ. അവിടെ ജോലിയുള്ള പെണ്ണിന് പോലും ശമ്പളം കൊടുക്കൂല. കല്യാൺ സിൽക്സിന്റെ ആളുകളാണല്ലോ ഇപ്പോഴും സമരം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ആരായാൽ സ്വന്തം ഹെലികോപ്റ്ററിൽ പറന്നു പോകുന്ന അയാൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ജോലി ചെയ്യുന്ന, അവനവന്റെ വീട്ടിലെ അരച്ചാൻ വയറിന് വേണ്ടി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കാത്ത അയാൾ ഏത് കോടീശ്വരനാണ്? അവൻ ആരാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോയാൽ പൈസ വെട്ടി കുറയ്ക്കുന്ന ഒരു മുതലാളി കേരളത്തിലുണ്ടെങ്കിൽ അതേ ഉള്ളൂ. പക്ഷെ മുസ്ലിംസ് അങ്ങനെയല്ല. ഒന്നുമില്ലാത്തവനും. ഞാൻ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തുമ്പോൾ മന്ദബുദ്ധികളായ കുട്ടികൾക്ക് ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടി വസ്തുവിന് പൈസ ചോദിച്ചു. 1 സെന്റ് വസ്തുവിന് 3.5 ലക്ഷമാണ് വില. ഞാൻ ചോദിച്ചു, ആരാ ഒരു 3 ലക്ഷം 1 സെന്റ് തരിക? ഒരു പെൺകുട്ടി എൻ്റെ ഒരു കത്ത് എഴുതി തന്നു, ഉസ്താദെ സ്വന്തമായിട്ട് വീടില്ല, കിടപ്പാടില്ല, 1 സെന്റ് വസ്തുവില്ല, പക്ഷെ ആ കുട്ടികൾക്ക് വേണ്ടി 1 സെന്റ് വസ്തു ഞാൻ തന്നേക്കാം, പൈസ തന്നേക്കാം. അപ്പൊ 1 സെന്റ് വസ്തു അവർക്കില്ല, കിടപ്പാടമില്ല, എന്നിട്ടും അവർ നൽകുന്നു. എന്തുകൊണ്ടാണ്? PC ജോർജ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മരിച്ചതിന് ശേഷമാണ് ഏറ്റവും നല്ല ജീവിതം എന്നുള്ള ബോധം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കതില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നത്. ഇതൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നതിന്റെ പേരിലാണ്. അപ്പൊ ലോകത്തിൽ ഏതൊരു മനുഷ്യനും നന്മയുടെ പാതയിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ. ഇതൊക്കെ പറയുമ്പോഴും വാത് കേൾക്കുമ്പോൾ ഉണ്ടാവും, തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അതും എനിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞതിനെ കുറിച്ച്, ഞാനും കേട്ടതിനെ കുറിച്ച് നിങ്ങൾ പരിതപിക്കുന്നൊരു ദിവസമുണ്ട്. പരിതപിക്കുന്ന ദിവസം ഏത് ദിവസം? ഏത് ദിവസം? പറ മനുഷ്യന്മാരിന്ന് ഉറങ്ങ്. പരലോകം അല്ല. അവിടെ ദുനിയാവിൽ വെച്ച് ഇത് ഓർക്കാതെ മരിക്കൂലല്ലോ. ദുനിയാവിൽ വെച്ച് തന്നെ ഓർക്കാതെ മരിക്കില്ലല്ലോ. എപ്പടാ ഇതാണ് നമ്മുടെ ഖുർആൻ. നിസ്കാരത്തിൽ ഓതാൻ ഒരു കുൽഹുവല്ലാഹ് ഉള്ളതുകൊണ്ട് നമ്മൾ 20 റക്അത്ത് നിസ്കരിച്ചു പോകണം. ഞാൻ ആലോചിക്കാറുണ്ട്, ഖുർആനിലെ എല്ലാ സൂറത്തുൽ ബഖറ പോലെയാണെങ്കിൽ നിസ്കരിക്കാൻ ഒരാൾ പാടുപെട്ടെ. ഖുൽഹുവല്ലാഹു ഇന്നാ അത്നാക്കൽ കൗസർ ഉള്ളത് കൊണ്ട് നമ്മൾ നിസ്കരിച്ചു പോകണം, അല്ലെങ്കിൽ പെട്ടുപോയാൽ. മനുഷ്യനെ ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. അവസാനം ഒരു ദിവസം മരണദൂതൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോ, അവൻ തൊണ്ടക്കുഴിയിൽ നിന്ന് നിന്റെ റൂഹിനെ പിടിക്കാൻ പോകുമ്പോ, ഇതാ ബലകത്തിട്ടറാക്കുക. സമയത്ത് നിന്റെ റൂഹ് നിന്റെ തൊണ്ടക്കുഴിയിലെത്തുമ്പോ, ആ സമയത്ത് എല്ലാവരും വിളിച്ചു ചോദിക്കും, ആരാണ് എന്റെ തലയിലൊന്ന് മന്ത്രിച്ചൂടാനുള്ളത്? ആരാണ് എന്റെ തൊണ്ട
വരുന്നല്ലോ, എന്റെ തൊണ്ടയിലെ വെള്ളം വെട്ടുന്നല്ലോ, എന്റെ ശരീരം പടയുന്നല്ലോ, വേദന സഹിക്കാനേക്ക് കഴിയുന്നില്ലല്ലോ, എന്റെ ഞരമ്പുകൾ മുറുകുന്നല്ലോ. ആരാണ് എന്റെ തലയിലൊന്ന് മന്ത്രിക്കുന്നത്? അവന് മനസ്സിലായി ഞാൻ വേർപെട്ടു പോകുകയാ. ഈ മണ്ണിന്റെ മുകളിൽ നിന്ന് ഒരൽപ്പം കഴിയുമ്പോ മണ്ണിന്റെ അടിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവന്റെ അവസ്ഥ എന്താ തിരിയുമ്പോ? ഇന്നലെ പാതിരാ സമയത്ത് ഞാൻ ആലോചിച്ചു പോയി. മലേഷ്യയുടെ എയർഏഷ്യയുടെ വിമാനം പസഫിക് സമുദ്രത്തിന്റെ മുകളിൽ പൊട്ടിത്തെറിക്കുമ്പോ അതെവിടെയോ ജാവാ കടലിലേക്ക് പോയി കൂപ്പുകുത്തി വീടുമ്പോ അറിയാതെ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാ, ആകാശത്തിന്റെ മുകളിലൂടെ വിമാനം പറന്നു പോകുമ്പോ അത് കടലിലേക്ക് കൂപ്പുകുത്തി വീടുമ്പോ അതിലിരിക്കുന്നവന്റെ മാനസികാവസ്ഥ എന്താ? പല പ്രാവശ്യം യഥാർത്ഥത്തിൽ എയർഏഷ്യയുടെ വിമാനം തകർന്നതിന് ശേഷം ഇന്നേവരെ ഫ്ലൈറ്റിൽ കയറുമ്പോ സ്വാഭാവികമായിട്ട് പേടിയാ. ഇന്നലെ രാത്രി ഇതേ സമയത്ത് ഞാൻ തിരുച്ചക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരവേ പാതിരാ സമയത്ത് ഇറങ്ങുമ്പോ പൈലറ്റിന്റെ ഇൻഫർമേഷൻ വന്നു, എല്ലാവരും സീറ്റ് ബെൽറ്റ് മുറുക്കിക്കൊള്ളുക, കാലാവസ്ഥ മോശമാണ്, മേഘപാളികളുടെ ഇടയിലേക്ക് കടന്നു പോവുക. പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എയർ ഹോസ്റ്റസ് വന്ന് ഞെട്ടി എഴുന്നേൽപ്പിച്ചിട്ട് സീറ്റ് ബെൽറ്റ് മുറക്കുമ്പോ പെട്ടെന്ന് ഫ്ലൈറ്റ് ഒന്ന് കിടങ്ങി മേഘത്തിന്റെ ഏതോ ഒരു ആകാശ ഘട്ടത്തിലേക്ക് വീണ് വല്ലാതൊരു ശിവറിങ് പോലെ മുറക്കുമ്പോ അറിയാതെ അടിമയത്തിൽ നിന്ന് മനസ്സൊന്ന് കാണ്ടുപോയി. അല്ലാഹു, നാളെ മക്കളെ കാണില്ലോ, നാളെ ഇരിപ്പക്കുളത്ത് വയലിനോ. ആ സമയത്താണ് എയർഏഷ്യയുടെ വിമാനം തകർന്ന ദാരുണമായ അവസ്ഥ ഓർത്തത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്താണ് നമ്മൾ വിളിച്ചു ചോദിക്കുന്നത്, അവന്റെ കാൽമുട്ടുകൾ തമ്മിൽ ഇടുക്കാൻ തുടങ്ങി. അസറായിന് തൊണ്ടക്കുടിയിൽ പിടുത്തം മുറുകി അവന്റെ കാലുകൾ തമ്മിൽ കൂട്ടിയിടുക്കാൻ തുടങ്ങി. എന്തിനാ ഖുർആൻ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്? ഇതോതിയിട്ട് മനസ്സിനൊരു മാറ്റം ഉണ്ടാവാറില്ലേ? ജീവിതത്തിന് പിടവകളെ തിരുത്താറല്ലേ? നിന്റെ കാൽ വിട്ട് കിടന്ന് പിടക്കുകയാണ്. നീ അല്ലാതെ അടുക്കലേക്ക് പോവുകയാ. ആ സമയത്താണ് ലോകത്തോരോ മനുഷ്യനും വിളിച്ചു പറയുന്നത്, അല്ലാഹുവേ ഫലാ സദ്ദഖ വലാ സല്ലാ. വേണ്ട സമയത്ത് സദഖ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. വലാ സല്ലാ, നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. വാങ്ങ് വിളിച്ചപ്പോ പള്ളിയിൽ വരാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ. പോക്കറ്റിൽ ഇരിക്കുന്നത് എടുത്തിട്ടൊന്ന് സദഖ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ. എന്നോരോ മനുഷ്യനും മരണമുണ്ട്. വലാകിനെ കല്ലബ വതവല്ല. എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ ആയത്ത് നമ്മളെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ പലരും നിങ്ങളോട് വാല് പറഞ്ഞു തരുമ്പോ ആ സമയത്ത് പ്രാസംഗികന്മാര് അവരെ ആക്ഷേപിച്ചിട്ട് നടക്കുന്നതിനെ പുറമെ വലാകിനെ കല്ലബ, ഇത് കളവാന്ന് പറഞ്ഞ് നിങ്ങൾ പുറംതിരിഞ്ഞ് നടന്നല്ലോ. ഓത്തവല്ല, നിങ്ങൾ ഇതൊക്കെ കേട്ട് പുറംതിരിഞ്ഞിട്ട് ജീവിതത്തിന്റെ സുഖരൂപതയുടെ ആഡംബരത്തിലേക്ക് നടന്നു പോയവരല്ലേ. എന്തേ സദഖയില്ല, എന്തേ നിങ്ങൾ നിസ്കരിച്ചുള്ള എന്നവിടെ കിടന്ന് നിലവിളിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അവസരം വരുമ്പോ പാടാക്കരുത്. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഇതേപോലെ നമ്മൾ പൊട്ടിക്കരയും. അല്ലാഹുവേ, 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 നാളെ പരലോകം ഞങ്ങൾക്ക് നന്നാക്കി തരണേ തമ്പുരാനെ. ആമീൻ പറയും. അല്ലാഹുവേ, പരലോകം ഞങ്ങൾക്ക് നന്നാക്കി തരണേ തമ്പുരാനെ. അതിനെന്ത് ചെയ്യണം? പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ ഇവിടെ വെച്ച് ഉണ്ടാവണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു,
ഫാത്തിമയ്ക്കും അലിയിനും വന്ന് സുന്നത്ത് നോമ്പാണ്. അസ്ര നിസ്കാരം കഴിഞ്ഞു, മഗ്രിബിന് നോമ്പ് തുറക്കാൻ സമയമായി. ആ സമയത്താണ് നമ്മളൊക്കെ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയം. അലി പറഞ്ഞു, ഫാത്തിമ, വീട്ടിൽ നോമ്പ് തുറക്കാൻ ഒരിറച്ചി കഷണം പോയിട്ട് ഒരു കാരക്ക കഷണം പോലും ഇല്ല. നിന്റെ വാപ്പാടെ അടുക്കൽ 5 ആടിനെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ പോയി വാപ്പാനോട് ഒരാടിനെ നമുക്ക് തരാൻ പറ. ആരാ ചോദിക്കണത്? ആരാ ചോദിക്കണത്? അള്ളാന്റെ റസൂലിന്റെ മരുമോൻ പറഞ്ഞു, ഫാത്തിമ, നീ പോയിട്ട് 5 ആടിനെ കിട്ടിയിട്ടുണ്ട്, ഒരാടിനെ നമുക്ക് തരാൻ പറ. അങ്ങനെ മോള് വാപ്പാടെ അടുക്കൽ പോയി. വാപ്പാടെ അടുക്കൽ പോയപ്പോ വാപ്പ ഇങ്ങനെ സഹാബത്തുമായിട്ട് സംസാരിക്കുകയാണ്. മോൾ അവിടെ ചെന്ന് വാപ്പാടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങോട്ട് നടന്നു. വാപ്പാക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നു. അതാണ് പെമ്മക്കടെ പ്രത്യേകത. പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് വാപ്പാനോട് ചോദിക്കുമോ? ഇല്ല. അവര് വാപ്പ ഇങ്ങനെ കസേരടിക്കും, വന്ന് ഇങ്ങനെ ചുറ്റും നടക്കും. അപ്പൊ ചോദിക്കും, എന്തേ മോളെ? അപ്പ മോളിങ്ങനെ പയ്യെ നഖമൊക്കെ കടിച്ച്, വാപ്പ പിന്നെ എന്ത്? എന്റെ കൂടെ പഠിക്കണ, എന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് അവളുടെ വാപ്പ ഇന്നലെ ഒരു മൊബൈൽ കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? എനിക്കൊന്ന് വേണം. പെമ്മക്കൾ ഇങ്ങനെ പറയും. അതാണ് പെമ്മക്കൾ. അള്ളാഹു നമുക്ക് സാലിഹത്തായ പെമ്മക്കളെ തരട്ടെ. ആമേ പറ. വാപ്പായുടെ ഏറ്റവും സ്നേഹം കൂടുതൽ പെമ്മക്ക. അള്ളാഹു നല്ല സാലിഹത്തായ പെമ്മക്കളെ തരട്ടെ. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല. അവൻ വാപ്പ സിറ്റൗട്ടിരിക്കുമ്പോ ആ പാൻ്റൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റി, അതിന്റെ അപ്പുറത്തൊരു ഇത് കെട്ട്, ഒരു ടൈയൊക്കെ ഇട്ടേ, ചാർജ് ചെയ്യാൻ പൈസ അടേ. എടാ മോനെ, നിനക്ക് ഇന്നലെ അല്ലേ അതെ വാപ്പ ജീവിച്ച കാലമൊന്നും അല്ലേ. ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാണ്. രാവിലെ പോകുമ്പോൾ ഒരു പാൻ്റ് ഇടുക, ടൈ കെട്ടുക, സ്കൂൾ ബസ് പൈസ വാങ്ങിക്കുക, സ്കൂൾ ബസ് വാഴുക, ചാടിക്കറുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇനി വളർന്നു വരുമ്പോൾ അവരുടെ മക്കളോട് പറയാൻ ഓരോ ഓർമ്മ ഉണ്ടാവും. മക്കളോട് ഓർമ്മകൾ പറയാനുള്ള നമുക്കറിയാം. അവര് വരുന്നു സൂട്ടും ടൈയും കോട്ടും ഒക്കെ കെട്ടി നേരെ സ്കൂൾ ബസ്സിൽ കയറി, അത് കേൾക്കുമ്പോൾ ഉമ്മാക്കുള്ളൊരു സന്തോഷം കാണണം. കേരള സംസ്ഥാന ഭാഗ്യത്തിലൂടെ 1-ാം നമ്പർ കിട്ടിയത് വരിക. കുട്ടി മമ്മീന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ തലമുറയ്ക്ക് അവരുടെ മക്കളോട് പറയാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റും. എന്താ അവർക്ക് പറയാൻ പറ്റും? മക്കളെ, വാപ്പായൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിൽ പോയത്. നമുക്കൊക്കെ പറയാൻ പറ്റും. ഞാനൊക്കെ കീറിയ യൂണിഫോം ഒക്കെ ഇട്ട്, അന്നൊക്കെ വട്ട ചോറ്റുപാത്രം ഉണ്ട്, നല്ല ഇറക്കമാണ് സ്കൂൾ വിട്ട് വരുമ്പോൾ. ആ ചോറ്റുപാത്രം ഇറക്കത്തിൽ നമ്മൾ ഉരുട്ടി അങ്ങോട്ട് വിടും. അതിന്റെ പുറകെ മഴയെ തോടും. എന്താ രസം അതിന്! അത് രസമാണ്. അതുകൊണ്ട് ചോറ് കൊണ്ടുപോകുന്ന ചോറ്റുപാത്രത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ഇങ്ങനെ ചളുങ്ങിയിരിക്കും. എൻ്റെ സ്കൂൾ പൊക്കത്താണ്, ഒരു റോഡ് ഇങ്ങനെ ആ ചോറ്റുപാത്രം പിടിച്ചിട്ടില്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുക? ടിഫിൻ ബോക്സ്. മക്കളെ വാപ്പ, അവന് പറയാം, മക്കളെ വാപ്പ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ടിഫിൻ ബോക്സിൽ ടൈഗറിന്റെ ബിസ്ക്കറ്റും ഹോർലിക്സും ഒക്കെ കൊണ്ടുപോയത്. ഇല്ല കുട്ടികളെ. പിന്നെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് നമ്മുടെ മക്കളോട് പറയാം, മക്കളെ ഇന്ന് മക്കൾ എന്ത് പറയും? മക്കളെ വാപ്പ ഒക്കെ വീഡിയോ ഗെയിമൊക്കെ കളിച്ച്, ഐഫോണിൽ കാർ റേസിംഗ് ഒക്കെ കളിച്ച്, മോട്ടോ റേസിംഗ് കളിച്ച്, അല്ല നമുക്കല്ലേ പറയാൻ പറ്റുക? ആ നല്ല കവുങ്ങിന്റെ പാളയും എടുത്തിട്ട് അതിന്റെ ഇതൊക്കെ ഇട്ടിട്ട് ആ പാളയമേ കയറി ഇരിക്കുക, എന്നിട്ട് അതിന്റെ തണ്ട് 2 പേര് വലിക്കുക. എന്താ അതിനകത്ത്? ഫെറാരി കയറി എത്ര സുഖം ഉണ്ടാവും. റോഡ് മേലെ കവുങ്ങിന്റെ പാള വലിച്ചുകൊണ്ട് പോണതില്ലേ, വല്ലാത്ത അനുഭവമല്ലേ? അതെന്തായാലും ആ തണ്ടിമേ വലിച്ചിട്ട് റോഡുമേലെ പാളയിലിരിക്കുക. കുറെ കഴിഞ്ഞ് പോയി എഴുന്നേറ്റ് നോക്കുമ്പോ പാളയുടെ മൂട് ഉണ്ടാവില്ല, അവന്റെ കേന്ദ്രമന്ത്രിസഭയുടെ ഒരു സൈഡും ഉണ്ടാവില്ല. ആ ഒരു ഒരച്ചിലും അതിന്റെ ഒരു സ്വന്തം നമ്മുടെ മക്കൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, യശുഹറത്ത് ബിലേലോ യദൗലത്ത് ബിലേലോ ഹരേച്ചീനു ലൂട്ടാത്തു. അങ്ങനെയത് അറിയില്ല ആർക്കും? മുഹമ്മദ് റാഫിയുടെ പാട്ടാണ്. എന്താ ഇത്? ഷിറാസിയുടെ അല്ല,
ये शोहरत भी ले लो ये दौलत भी ले लो, हरे चैन लूटा तो बचपन का सावन, हरे चैन लूटा तो मेरी जवानी, हरे चैन लूटा तो बचपन का सावन, ये कागज की कश्ती वो बारिश की पानी. മരിക്കാറായപ്പോ കട്ടിലെ കിടന്നിട്ട് വൃദ്ധം പാടുകയാണ്, എത്ര കോടി വേണമെങ്കിലും ഞാൻ തരാം, എന്റെ സമ്പത്തുകളെല്ലാം മരണദൂത നിനക്ക് ഞാൻ തരാം, നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമോ? മഴവെള്ളപ്പാച്ചിലിൽ ഞാൻ ചൂണ്ടയിട്ട് കളിച്ച എന്റെ കളിവെള്ളത്തിന്റെ എന്റെ കടലാസ് വെള്ളം കൊണ്ട് ഞാൻ ഉണ്ടാക്കി നടന്ന എന്റെ മഴക്കാലം എനിക്ക് തിരിച്ചു തരുമോ? തരാൻ കഴിയില്ല, വാർദ്ധക്യം കഴിഞ്ഞു പോയതാണ്. അത് പറയാനുള്ള സ്മരണകൾ മാത്രമാണ്, ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു തആല വാപ്പാടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്നു. വാപ്പ വെച്ച് മോളെ എന്തേ? അപ്പൊ മോള് പറഞ്ഞു, വാപ്പ വിശപ്പ് വരുമ്പോ ദിക്ർ ചൊല്ലിയാലും മലക്കുകൾക്ക് മാറൂ, മനുഷ്യന് വിശപ്പ് മാറൂല. പറഞ്ഞു മനസ്സിലായില്ല? വാപ്പ വിശപ്പ് നന്നായിട്ട് വരുമ്പോ ദിക്ർ ചൊല്ലിയാല് മനുഷ്യനെ മാറൂ, അല്ല മലക്കുകൾക്ക് മാറും, മനുഷ്യന് മാറൂല. വിശപ്പ് വരുമ്പോ ഉരുട്ടി തിന്നാല്. ഇത് എല്ലാരും ഓർത്തോണം. പള്ളിയിലെ മുരിയാര് വീട്ടിൽ പോയിട്ട് വാപ്പ വിശക്കണം സക്കാത്ത് പറയാം, മക്കളെ 30 സുബ്ഹാനല്ലാഹ്, 30 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്നൂതിയാൽ സക്കാബിയുടെ മക്കൾക്ക് വേറെ വശയോ പറയോ? ഞാൻ ഈ ദുനിയാ മുഴുവൻ വാദം പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ ചെന്നിട്ട് വാപ്പ വിശക്കണോ മക്കളെ 33 സുബ്ഹാനല്ലാഹ് നടക്കൂല. അത് ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടാൽ എനിക്കൊരു പ്രശ്നമില്ല. അത് മനുഷ്യന് മാറൂല, അത് മലക്കൊക്കെ ദിക്ർ ചെയ്ത് നടക്കുള്ളൂ. മനുഷ്യന് സമയത്തിന് പോകണം. പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം കൂട്ടാൻ കമ്മിറ്റി കൊടുക്കുമ്പോൾ ഉള്ളതിനകത്ത് വറക്കത്തുണ്ടല്ലോ ഉസ്താദ് എന്ന് പറഞ്ഞാൽ, പലചരക്കടെ പോയിട്ട് 10 കിലോ കരി വാങ്ങിച്ചിട്ട് 100 രൂപ എടുത്തിട്ട് ബാക്കി വറക്കത്ത് വരുമെന്ന് പറഞ്ഞാൽ പലയിടക്കാർക്ക് ദാമോദരം അരി കൊടുക്കൂല. 100 രൂപ എടുത്തിട്ട് വറക്കത്ത് ബാക്കി കിട്ടുമെന്ന് പറഞ്ഞാൽ ദാമോദരം ചേട്ടൻ അരി കൊടുക്കുമോ? ഇല്ല. പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്, കൂടൂല കുറയൂല. യഥാർത്ഥത്തിൽ അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മാറ്റമില്ല. ഏതായാലും അസറായിൽ വരൂല ഉസ്താദ്, വരണവരെ ജീവിക്കണ്ടേ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാതെ, ഈ അവയവത്തെ ഒന്ന് സൂക്ഷിക്കണം. ഇതിനെ സൂക്ഷിച്ച് വെച്ച ഉടനെ പകുതി സ്വർഗത്തിൽ പോകും, പകുതി പിന്നെ നിസ്കാരവും നോമ്പും കൊണ്ട് കയറ്റിയാൽ മതി. ഇത് സൂക്ഷിക്കും, ഇല്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു നമ്മുടെ നാവിനെ നല്ലത് പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെ പറയാൻ കാരണമുണ്ട്. എന്താണെന്നറിയോ? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ പട്ടിണി കിടന്നു വന്നിട്ട്, വാപ്പ പട്ടിണിയാണ് വാപ്പ, കിണറ്റിലെ വെള്ളം കോരിയിട്ട് എൻ്റെ കൈയൊക്കെ പൊട്ടി വാപ്പാന്ന് പറഞ്ഞപ്പോ അപ്പൊ വാപ്പ പറഞ്ഞു, മോളെ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കഷ്ടപ്പാടുകൾ മാറാൻ നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് പറഞ്ഞിട്ട് കിടന്നു, നിന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറും മോളെ ഫാത്തിമ. ഇതാണ് തസ്ബീഹെ ഫാത്തിമ. ഇതിന്റെ പേര് തസ്ബീഹെ ഫാത്തിമ. അപ്പൊ അന്ന് മോൾ അത് കേട്ടിട്ട് പോയി. വാപ്പാ, അന്ന് ഞാൻ എന്റെ കഷ്ടപ്പാട് പറയാനാണ് വന്നത്. ഇന്ന് എന്റെ ഭർത്താവ് ഞാനും സുന്നത്ത് നോമ്പാണ്, ബാങ്ക് വിളിക്കാറായി മഗ്‌രിബിന്, ഒരു കാരക്ക വീട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ദിക്ർ പറഞ്ഞ് വിടരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വാപ്പാ ഇത്രയും നല്ല വാപ്പയും മോളും. വാപ്പാ വിശപ്പ് വരുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ മലക്കൊക്കെ വിശപ്പ് മാറും, മനുഷ്യന് മാറൂല. അതുകൊണ്ട് കഴിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂലിനോട് എന്റെ ഫാത്തിമ, യാ റസൂലല്ലാഹ്
എന്റെ ഭർത്താവായ അലിക്കും എനിക്കും സുന്നത്ത് നോമ്പാണ് നബി. ഇടയത്താഴം കൊടുക്കാതെയാണ് നോമ്പ് വെച്ചത്. ഇന്ന് നോമ്പ് തുറക്കാൻ നിങ്ങളുടെ വീട്ടിലൊരു കാരക്ക പോലും ഇല്ല. അങ്ങയുടെ കയ്യിൽ 5 ആടിനെ കിട്ടിയെന്നറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് നബിയെ. അതിൽ നിന്ന് ഒരാടിനെ ഞങ്ങൾക്ക് തരണേ തരുതൂടരു. ഒരേ ഒരാടിനെ ഞങ്ങൾക്ക് തരണേ പിതാവ്. അന്ന് ഇറച്ചിക്കറി വെച്ച് ഞങ്ങളൊന്ന് നോമ്പ് തുറന്നോട്ടെ ഉപ്പ. ആ സമയത്തല്ലാണ്ട് റസൂലിന് കാര്യം മനസ്സിലായി. ഫാത്തിമ ബീവി പറഞ്ഞതെന്തിനാ? പരലോകത്ത് മറന്നുപോയ, സ്വർഗത്ത് മറന്നുപോയ, നരകത്ത് മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയോ. അല്ലാഹു റസൂൽ പറഞ്ഞു, പൊന്നുമോളെ ഫാത്തിമ, വേണമെങ്കിൽ നിനക്ക് ഞാൻ ഒരേ ഒരാടിനെയല്ല, വേണമെങ്കിൽ 5 ആട്ടുംകുട്ടിയെ നിനക്ക് ഞാൻ തന്നേക്കാം ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് സന്തോഷമായി ഒരാടിനെ ചോദിച്ചപ്പോ 5 ആടിനെ തരുന്നുവോ? ഫാത്തിമ ബീവി പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഓ സമയത്താണല്ലാതെ റസൂല് പറഞ്ഞത്, ഫാത്തിമ വേണമെങ്കിൽ നിനക്ക് ഞാൻ 5 ആടിനെ തരാം, അതല്ലെങ്കിൽ നിനക്ക് ഞാൻ 5 ദിക്ർ പഠിപ്പിച്ചു തരാം ഫാത്തിമ. ആ ദിക്ർ നീ എല്ലാ നിസ്കാരത്തിന് ശേഷവും ആ ദിക്ർ നീ മുടങ്ങാതെ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും ഫാത്തിമ. നരകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടും ഫാത്തിമ. എന്നെ ശ്രമിക്കാൻ അവിടെ എത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നാളെ പരിഭ്രാന്തിയുടെ പരലോകത്തിലേക്ക് ഭയാനകരമായി കടന്നു ചെല്ലുമ്പോ ആ സമയത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് കേട്ടപ്പോ എല്ലാം മറന്നു ഫാത്തിമ. വിശപ്പ് മറന്നു ഫാത്തിമ, അലിയിനെ മറന്നു ഫാത്തിമ, എന്തിനു വേണ്ടി വന്നെന്ന് മറന്നുപോയി ഫാത്തിമ. യാ റസൂലല്ലാഹ്, എനിക്ക് 5 ദിക്റൊന്ന് പഠിപ്പിച്ചതാണിത്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ തുടങ്ങി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇത് കാണാതെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ പറഞ്ഞുകൊള്ളുക, യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ വയാ ദൽ ഖുവ്വത്തിൽ മതീൻ വയാ റഹീമൽ മസാകീൻ വയാ അർഹമർ റഹീമീൻ. ഈ 5 ദിക്ർ പതിവായി പറഞ്ഞു ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല ഈ ദിക്ർ തന്റെ ചുണ്ടിൽ വെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോ ഭർത്താവായ അലി റളിയല്ലാഹു തആല വീട്ടു മുമ്പിൽ കാത്തിരിക്കുകയാ. ഫാത്തിമ, എന്റെ ഫാത്തിമ, ആടിനെ കണ്ടില്ല ഫാത്തിമ. അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്ഥലകാല ബോധമുണ്ടായത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, അലിയേ, ഞാൻ ഉപ്പാന്റെ അടുക്കൽ പോയി പറഞ്ഞപ്പോ ഉപ്പ എന്നോട് പറഞ്ഞു 5 ദിക്ർ വേണോ, അതല്ല 5 ആട് വേണോ എന്ന്. ഞാൻ പറഞ്ഞു, ആ ദിക്റില്ലാതെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ദിക്ർ മതിയെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പ എനിക്ക് ദിക്ർ പഠിപ്പിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഭർത്താവിനെ വെല്ലുന്ന ഭാര്യ, ആ ഭാര്യ വെല്ലുന്ന ഭർത്താവ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നാളെ സ്വർഗത്തിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ ആ സമയത്ത് എനിക്ക് വരണ്ടേ ഫാത്തിമ, എനിക്ക് വരണ്ടേ ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ, ആ ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. റളിയല്ലാഹു അൻഹു അവര് 2 പേരും അവിടെ ആ ദിക്ർ പഠിച്ചു. ആ സമയത്ത് മസ്ജിദ് നബവിയിലും മഗ്രിബിന്റെ ബാങ്ക് നടന്നു. വീടിന്റെ ഉള്ളിലിരുന്ന പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നു ആ ഫാത്തിമ ദമ്പതികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞിടണ്ട, നാളെ പരലോകത്തെ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോ ആ പരലോകത്തിന്റെ പരിഭ്രാന്തി മാറ്റാൻ ദിക്റുകളില്ല, തസ്ബീഹുകളില്ല, തഹ്ലീലുകളില്ല, നിസ്കാരങ്ങളില്ല, സദഖകളില്ല, ധർമ്മങ്ങളില്ല, നന്മകളില്ല, ഒന്നുമില്ലാതെ പാതിരാ സമയത്ത് ഇങ്ങനെ നടന്നു പോയാ പരാതികളും പരിദേവനങ്ങളും പരിമിതികളും പരിതാപങ്ങളും പരിതിരങ്കിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയമെന്ന് കരുതി പാതിരാവിൽ
പതിവേ പോലെ പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞു. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ, അല്ലാഹു നമ്മുടെ പരലോകം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഈ ദുനിയാവ് നൈമിഷികമാണ്, നാളെ പരലോകം മനശ്വരമാണ്. ആ അരുലോശ്വരമായ പരലോകത്തേക്ക് നടന്നു പോകുമ്പോ പടച്ചിറപ്പിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരലോകത്തിന്റെ ഏറ്റവും വലിയ പരിഭ്രാന്തി, പരലോകത്തിന്റെ ഏറ്റവും വലിയ പരിഭ്രാന്തി അല്ലാഹു തന്നെ പറയുന്നുണ്ട്. ആ പരിഭ്രാന്തി എവിടെയാ? ആ പരിഭ്രാന്തി എവിടെയാ? നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നരകത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ ആയിഷ ബിബിയോട്, യാ റസൂലല്ലാഹ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് നാളെ പരലോകത്ത് വരുമ്പോ ഈ ആയിഷ നാളെ പരലോകത്ത് പരിഗണിക്കുമോ നബി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ അമ്മാ ഫീ സലാസ മവാത്തിന, നാളെ പരലോകത്തിന്റെ 3 സ്ഥലങ്ങള് അവിടെ പരിഭ്രാന്തിയാണ്, ഒരാളും മറ്റൊരാളെയും നോക്കില്ല ആയിഷ. നാളെ പരലോകത്തിന്റെ 3 സ്ഥലങ്ങളിൽ ഒരാളും ഒരാളെയും നോക്കില്ല ആയിഷ. എന്ന അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ പരിഭ്രാന്തി എവിടെയാണ്? 3 സ്ഥലങ്ങളിൽ. ഇൻഷാ അല്ലാഹ് അത് പറയാം. അപ്പൊ നമ്മുടെ വിശ്വാസം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നിങ്ങൾ ഉറങ്ങുക. ഞാൻ സമയം കളയാത്ത വിഷയം വിശാലമായി 3 സ്ഥലം പറയണ്ടേ? പറയണോ വേണ്ടയോ? 1, ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ശഫാഅത്തിന്റെ നായകൻ, ശഫാഅത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ശഫാഅത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ പള്ളിമുറ്റത്തിരിക്കുന്ന സദസ് ഉഷാറാണ്, താഴെ ഇരിക്കുന്നവർക്ക് ഒരു ഉഷാറും ഇല്ല. നിങ്ങൾ വെള്ളത്തിലിട്ട പൊങ്ങു മാതിരി കിടക്കുക. എന്ത് ചെയ്യും? എന്താണ് ഹസീബ് ഒരു ഉഷാറില്ലാത്തത്? ഇവിടെ ഉള്ള ഒരു ഉഷാറാണ്, നിങ്ങളൊരു സുഖമില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ सल्लल्लाहु अलैहि वसल्लम कभी ये बुलंदी है कूड़े सफा है, कभी ये तजल्ली दारे गिरा है, यही इंतहा है, यही इब्तिदा है, यही रास्ता है, यही रहनुमा है. ആ പ്രവാചകനാണ് ആശ്രയം. നാളെ പരലോകത്ത്, നാളെ ശഫാഅത്തിന്റെ ഒരേനായകന് ആദരവായ റസൂലുള്ളാഹി പറയുകയാണ്, ആയിഷ 3 സ്ഥലങ്ങളിൽ ഒരാള് മറ്റൊരാളെ തിരിഞ്ഞു നോക്കുകയില്ല. ഒന്ന് നാളെ പരലോകത്തെ പടച്ചിറപ്പിന് മുമ്പ് നന്മ തിന്മകളെ കിതാബ് കയ്യിൽ കിട്ടുമ്പോ, ഒന്ന് നന്മ തിന്മകളുടെ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ നാളെ പരലോകം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹു നമ്മുടെ പരലോകം നന്നാക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. പരലോകം അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് പരലോകം. പരലോകം എവിടെയാണ് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? പറഞ്ഞിട്ടില്ല? പരലോകം എവിടെയാ? മഹ്ശർ എവിടെ? മുകളിൽ നിന്നാണ് ഹരിസ്യം പഠിപ്പിച്ചത്. ഇതുവരെ താഴെ എവിടെ? മുകളിൽ. ഒരു നിലപാടില്ല. മഹ്ശർ എവിടെയാന്ന് പറഞ്ഞിട്ടില്ലേ? മഹ്ശറ ഭൂമിയിലാണ്. മഹ്ശറ ഭൂമിയിലാണ്, ഉറപ്പ്. മഹ്ശറ ഭൂമിയിലാണ്. ഭൂമിയിലെവിടെ? ഈ ഉള്ള കായൊക്കെ വെച്ചിട്ട് ബാംഗ്ലൂർ ഊട്ടിയും കണ്ടിട്ട് കാര്യമില്ല മോനെ. മഹ്ശറ എവിടെയാ? ഫലസ്തീനിന്റെ നാട്ടിലേക്ക് വിരൽ ചൂണ്ടിയിട്ടല്ലാണ്ട് റസൂല് പറഞ്ഞു, സഹാബാ വഹാഹുനാ തുഹ്ശറൂൻ,
ഇവിടെയാണ് നിങ്ങൾ പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരിക. ഫലസ്തീനിന്റെ മണ്ണിലാണ് മഹ്ശറ തുടങ്ങുക എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് നാമിനയുടെ മുത്ത് ആദർശത്തിന്റെ സത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലസ്തീനിലാണ്. എവിടെയാണ്? അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. ഫലസ്തീനിലാണ്. ആ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുൻഭാഗത്ത് സ്വർണത്തിന്റെ ഒരു കുബ്ബ കാണാം. കണ്ടിട്ടില്ലേ ഫോട്ടോയില്? ബൈത്തുൽ മുഖദ്ദസിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ആ സ്വർണത്തിന്റെ കുബ്ബ കാണുന്ന ബൈത്തുൽ മുഖദ്ദസ് അല്ല, അത് കുബ്ബത്തു സഹ്റ ആണ്. എല്ലാവരും ഫോട്ടോയിൽ സ്വർണ്ണ കുബ്ബയുണ്ട്, അതാണ് പരലോകം എന്ന് വിചാരിച്ചിട്ടിരിക്കല്ല. ഞാനിത് പറഞ്ഞതാണ്, വെറുതെ മഹ്ശറയിലോട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സ്വർണ്ണത്തിന്റെ താടികക്കടമുള്ള കുബ്ബത്തു സഹറ, അവിടെ നിന്നാണ് നിബിധങ്ങൾ മേറാജിന് പോയത്. അവിടെ ഒരു പാറയുണ്ട്. ആ പാറയിൽ ചവിട്ടി നിന്നിട്ടാണ് ഇസ്രാഫീൽ സൂറന്ന കാകലത്തിൽ ഓതുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ് മഹ്ശറ ഭൂമിയിലാണ്. ആ മഹ്ശറയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹു നന്മ എഴുതിയ കിതാബുകളെ തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എഴുതി വെച്ചടാ. നന്മ ചെയ്തവരാണെങ്കിൽ أما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية. ആരുടെ വലത് കയ്യിലെ കിതാബ് കിട്ടുന്നുവോ അവര് പറയുന്ന ഹിസാബിനെ പ്രതീക്ഷിച്ചവരാ, അവര് സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ വലത് കയ്യിൽ കിതാബ് തരട്ടെ. ആ സമയത്ത് നിൽക്കാണ് പടച്ചോനെ, വലത്ത് വിട്ട് ഇടത്ത് വിട്ട്, ഏറ്റവും പറ്റിയ പരിഭ്രാന്തി അപ്പറ. തെറ്റ് ചെയ്തവരാണെങ്കിൽ ഇടത്തേക്ക് ചുമ്മാ കൊടുക്കും.